ഹായ് ഗൈസ്, വെൽക്കം ടു 3 Ages Trends ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. സുലമ്മൻ്റെ കയ്യിലുണ്ട് സാധനം. ഇതാണ് ഞാവൽപ്പഴം. ഞാറക്ക അല്ല, അയ്യോ, നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ ഇതിന് പറയാമെന്നറിയില്ല. ഞാവൽപ്പഴമാണോ ഞാറക്കാണോ? അതാ ഞാൻ അടിപൊളിയാണ്. സുലമ്മ നല്ല അടിപൊളിയാ. രസമുണ്ടോ? എങ്ങനെയാ? മധുരാ? ഇതുമ്പോ എന്താ ഇന്ന് ചെയ്യാൻ പോണത്? ഇതിന് ഞങ്ങളെ ജ്യൂസ് അടിക്കാൻ പോവാണ്. അപ്പൊ ജ്യൂസ് ഇല്ലമ്മ ഫുള്ള് ഇതിന് തീർക്കുക അല്ലേ? അടിപൊളിയാന്ന് തരാം, അടിപൊളി. നല്ല രസമുണ്ട് അല്ലേ? അടിപൊളിയാ സംഭവം, അടിപൊളിയാ കേട്ടോ. നല്ല വിറ്റാമിനൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞത്. എന്നിട്ട് ഇവിടുന്ന് ജിത്തേടൻ നല്ല മരത്തിന്റെ മേലെ കയറി പറിച്ചാട്ടോ. ജിത്തേടനും നല്ല ജിത്തേടനും ആരോണും കൂടി നല്ല മരത്തിന്റെ മേലെ കയറി പറിച്ചതാണ്. ഇതാ നല്ല അടിപൊളി സാധനം. നമ്മളെ നാട്ടില് നല്ല വിലയാണ് ഇതിന്. അപ്പൊ ഇതിന്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ജ്യൂസ് അടിക്കട്ടോ. അതിനൊന്നും ഞാൻ തിന്നോക്കട്ടെ. ഒരു ചെറിയ ചവർപ്പൊക്കെ ഉണ്ട് കേട്ടോ. വലിയ കുരുവാണ്. അപ്പം ജ്യൂസ് അടിക്കാൻ പോകണം. നമുക്ക് ഇതിൻ്റെ കളർ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? ജ്യൂസ് അടിച്ചിട്ട് തിന്നു നമ്മൾ മധുരമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സാധനം. അപ്പോൾ നമ്മളിതാ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുരുവൊക്കെ പോക്കിയിട്ട് കുരുവിൻ്റെ മുകളിൽ നിന്നെല്ലാം പോക്കിയിട്ട് നമ്മളിതാ ഇങ്ങനെ കേട്ടോ എടുക്കണം. കുരുവൊക്കെ പോക്കിയിട്ട് അപ്പോൾ ഞാനും സുലമ്മയും കൂടി അരിയൽ തുടങ്ങിയിട്ടുണ്ട്. ആ സുലമ്മയും ഞാനും കൂടി ഇത് അരിഞ്ഞ് കുറച്ച് ഇത്ര അയക്കണം കേട്ടോ. അത് ഭയങ്കര പണി കേട്ടോ, മെനക്കണാണ് കേട്ടോ ഇതിങ്ങനെ അരിഞ്ഞെടുക്കാൻ. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കുരു കുറച്ച് ഞങ്ങൾ തിന്നുകയും ചെയ്തിരിക്കണം കേട്ടോ. സുലമ്മൻ്റെ പൂവുകളൊക്കെ സുലമ്മ ഡെക്കറേഷൻ ചെയ്തിരിക്കണം. അതൊക്കെ ഇത് മതിയോ അല്ലേ? എത്ര മതിയോ? ഇത് ജ്യൂസിന് തന്നെ ഇതിങ്ങനെ ഇങ്ങനത്തെ പരുവത്തിലാക്കി ഞങ്ങൾ ഇതിൽ പാല് പഞ്ചസാര ഇട്ട് ഒരു അടി അങ്ങോട്ട് അടിക്കും. അപ്പം ഇതിൻ്റെ കളർ അങ്ങോട്ട് കിട്ടുമോ? എങ്ങനെ കളർ നോക്കാം അല്ലേ സുലമ്മ? ഇതിൻ്റെ കുരുവാണ് കുറേ ഉള്ളത്, ഒന്നുമില്ല. ആ സുലമ്മ ഒരു വണ്ടിക്ക് ഒരു പത്തില്ല അമ്മ അറിയുന്ന മുഖത്തിന് മുഖത്തിന് വെക്കാം. ജോലിയിലോ വൈലറ്റ് കളറായിരുന്നു കളർ വന്നു. ഇത് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഒക്കെ ആക്കിയിടാണോ അല്ലേ? ലിപ്സ്റ്റിക് ആക്കിയിടാൻ പറ്റുമോ? വൈലറ്റ് ലിപ്സ്റ്റിക് കളർ വരുന്നുണ്ടോ? മുന്തിരി ചുണ്ടാവും, മുന്തിരി ചുണ്ട്. നല്ല കൈയൊക്കെ കളർ ഇതാ ഏകദേശം കളറ് ഫിലമിൻ്റെ കൈക്കായിട്ടുണ്ടോ? കളറുണ്ട് അല്ലേ? കഴിക്കാൻ നാളെ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ കഴിക്കുമോ? എനിക്ക് കളർ എന്തായാലും നല്ല രസമുണ്ട്. ഇങ്ങനത്തെ പഴത്തിലായിരുന്നു. സുലഭ കുരു എടുക്കുക. എന്തെങ്കിലും കുരുവല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ ജാറിലേക്ക് ഇടാം. നല്ല പശുമ്പാലാട്ടോ ഇത്. നമ്മളെ പഞ്ചാബിൻ്റെ നല്ല നെയ്യുള്ള പശുമ്പാലാണ് സുലഭ. നല്ല സൂപ്പർ പശുമ്പാൽ. അപ്പം ഈ പശുമ്പാലോട് നമുക്ക് ഇതിനകത്ത് കുടിക്കാം. അത് കുറച്ച് മതില്ലേ? നമ്മളിത് അടിക്കാൻ പോകുന്നു. കളറൊക്കെ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം.
പഞ്ചസാര നമുക്ക് ഇടാം. കുറേ അങ്ങോട്ട് ഇട്ടാലോ. ഓക്കെ, അപ്പോൾ പഞ്ചസാര ഇട്ടു. അപ്പം നമുക്കിത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല മുന്തിരി കളർ ജ്യൂസാണ് കേട്ടോ. കണ്ടാൽ ആർക്കും ഒന്ന് കുടിക്കാനൊക്കെ തോന്നിപ്പോവും. അങ്ങനത്തെ കളറും അങ്ങനത്തെ ടേസ്റ്റുമാണ്. എന്തായാലും അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെ അങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്ന് കുഴപ്പങ്ങളൊക്കെ എന്താണെന്ന് നോക്കണമല്ലോ അല്ലേ. കൊള്ളാം, അടിപൊളി കേട്ടോ, സൂപ്പറാണ്. ചുണ്ടൊക്കെ വയലറ്റ് കളറായെന്ന് തോന്നുന്നുണ്ട്. കൊള്ളാം എന്തായാലും. അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളിട്ടോ. അല്ല, വീട്ടിലുണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ നമ്മളുടെ ആരാധ്യം കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കട്ടോ. അതിനകത്ത് കുറച്ച് പഴങ്ങളൊക്കെ മുറിച്ചിട്ടിട്ട് പഴത്തിൻ്റെ അതാ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ അതാ പച്ചവടൊക്കെ തിന്നുന്നുണ്ട്. അത് ആരാധ്യ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആരാധ്യ ഇഷ്ടമായി. എന്തായാലും നല്ല അടിപൊളി സാധനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ പഴമാണ് ആദ്യം തിന്നത്. അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള സാധനമാണ് ഇതിലൂടെ. ജാമൂൻ എന്നാ പറയുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. നല്ലൊരു അടിപൊളി സാധനം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബൈ.